നല്ല പുക ഇട്ടിട്ട് എന്തോ കത്തിക്കണ്. അത് കേസ് എന്തോ സംഭവിച്ചിട്ട് എന്താ വണ്ടി എന്തോ കത്തി. അയ്യോ, അതായത് അവിടെ കണ്ടെന്താ വെച്ചാൽ ഒരു ഓട്ടോറിക്ഷൻ്റെ എന്താ ബാക്കിൽ നിന്ന് നട്ടത്. അപ്പോൾ അയാൾ ഇറങ്ങി, കുഴപ്പമൊന്നുമില്ല, പുക നന്നായിട്ട് പൊന്തിയാണ്. അതിന് സംഭവം എന്നാവും അവ ചോദിക്കാൻ പറ്റും. ഫാസിൽ പോരും. എന്താ സംഭവം? സൈലൻസർ ഹീറ്റ് അല്ലേ? സൈലൻസർ ഹീറ്റ് ലീക്ക് ആയിട്ട് ഫയർ ആയ മാതിരി അങ്ങനെ പോകുന്നില്ല. വേറെ സീനൊന്നുമില്ല. ഓക്കെ, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ചാടണ്ടേ? സീറ്റ് ബെൽറ്റ് ചാടാത്ത ശ്രദ്ധിച്ചാൽ മതി. ഇവ സീറ്റ് ബെൽറ്റ് ഇടുന്ന ചേട്ടാ. യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇനി മുതൽ ഇട്ടോ. ഓക്കെ. ആ യാത്ര തുടങ്ങിയിട്ട് ഇന്നൊക്കെ നമ്മളിവിടെ വടകര എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർട്ട് 2 ആയിട്ടാവും ഇത് വരിക. അപ്പോൾ ബാക്കി നമ്മൾ നേരെ പോണത് കണ്ണൂർ കാസർഗോഡ് കേട്ടോ. അപ്പോൾ കാസർഗോഡ് വെച്ചിട്ടാണ് ബാക്കി വീഡിയോസ് വരിക. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വടകരയാണ്. നമ്മളിവിടെ ഫാസ്ടാഗ് എടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാട്ടോ. അപ്പോൾ അവർ പറഞ്ഞ ഫാസ്ടാഗ് നമുക്ക് ഇവിടുന്ന് എടുക്കാന്ന് പറഞ്ഞ്. അപ്പോൾ ഗഫൂറാക്കിയും പിന്നെ ഫാസിലും ഗഫൂറാക്കാൻ്റെ മോൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ അവിടുന്ന് ഫാസ്ടാഗ് വാങ്ങി വരും. കാരണം ഇപ്പോൾ ഇവിടെ എങ്ങനെ ചില റേറ്റ് കാണിക്കണുണ്ടോ അങ്ങോട്ടൊക്കെ. കാറിന് 75 കേട്ടോ വൺ ടൈം 75. പിന്നെ ട്രക്കിന്, ചെറിയ ട്രക്കിന് 120, 285, 250 അങ്ങനെ മേലേക്ക് വരികയാണ്. ട്രിപ്പിന് നല്ല ബൈക്ക് വാങ്ങിക്കൊടുക്കും. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് യാത്രയുടെ രണ്ടാമത്തെ ദിവസം കേട്ടോ. രണ്ടാമത്തെ ദിവസം നമ്മൾ പിന്നെ കാസർഗോഡ് എത്തിയാണ്. കാസർഗോഡ് ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റേതൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. രാവിലെ ഏകദേശം സമയം 7 മണി ആയിരിക്കും കേട്ടോ. എണീച്ചപ്പോൾ കുറച്ച് വൈകി. നമ്മളിവിടെ മാലിക് ബിൻ ദിനാറിൻ്റെ അവരെ ആദ്യം ഇസ്ലാം വന്നില്ലേ, അതിൻ്റെ ഒരു മസ്ജിദും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കാസർഗോഡ് വന്നിട്ട് പിന്നെ മാലിക് ബിൻ ദിനാറിൻ്റെ അതിൽപ്പെട്ടൊരു കുളാട്ടാ. കുളത്തിലാണ് ഇപ്പോൾ കുളിക്കാൻ വന്നാണ്. അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പുറത്ത് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വലിയൊരു കായൽ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ. ഇത് പള്ളീൻ്റെ ബാക്ക് സൈഡ് അല്ലേ? ഓക്കെ. അപ്പോൾ കേസ് നമ്മളിവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ മറ്റൊരാവിടെ കുളിക്കുന്നുണ്ട്. കുറച്ച് ഡ്രസ്സൊക്കെ ഇവിടെ അലക്കിയിട്ടുണ്ട്. ഇവിടെ അവർ കുളിക്കുന്നുണ്ട്, മറ്റൊരാവിടെ കുളിക്കുന്നുണ്ട്. ചെറിയ നല്ല രസമുള്ളൊരു കുളം കേട്ടോ. കുളത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ പിന്നെ ആരുമില്ലാത്ത സമയത്തൊക്കെ ഒന്ന് ചാടിയിട്ട് അവർ കൂട്ടിട്ടിരിക്കുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് ചാടിയിട്ടാണ് അപ്പുറം കിടന്നത്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു കായൽ കേട്ടോ. രക്ഷയില്ല. നമ്മൾ വണ്ടി അവിടെ നിർത്തിക്കണത്. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏതാ ആകാശം. ഗൈസ്, ഒരു വട്ടം കാസർഗോഡൊക്കെ ഇങ്ങോട്ട് വരിക നാട്ടിലിരിക്കാതെ. അപ്പോൾ ഇവിടുന്ന് നേരതാ ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മറ്റേ മാലിക് ബിൻ ദിനാറിൻ്റെ പള്ളിയായിട്ടായി കാണുന്നതാ. അതിൻ്റെ ബാക്ക് ഭാഗം അതാ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നമ്മളെ ഈ മിഷൻ്റെ പദ്ധതിയായിട്ടുള്ള ബാക്കി പരിപാടിക്ക് പോകട്ടോ. അപ്പോൾ ഓരോ സ്കൂളിൽ പോയിട്ട് നമ്മൾ സംസാരിച്ചിട്ട് കുട്ടികൾക്ക് ഉത്ബോധനം ചെയ്ത് കൊടുക്കണ ലഹരിക്കെതിരെയുള്ള ഒരു ക്ലാസ്. അപ്പോൾ അതിന് നമ്മൾ നേരെ പോണത്. കേസ് നമ്മൾ മാലിക് ദിനാർ അവരുടെ മസ്ജിദിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ കാസർഗോഡ് വന്ന് ഫസ്റ്റത്തെ ദിവസം കേട്ടോ. ഫസ്റ്റ് ദിവസം രാവിലത്തെ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ പള്ളിയിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് നമ്മൾ യാത്ര ഇനി തുടരും. അപ്പോൾ കുറച്ച് സമയം കാസർഗോഡ് നമ്മൾ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് മംഗലാപുരമാണ്. പിന്നെ ഈ ഒരു പള്ളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള തറവാട് പള്ളി അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഈ ഒരു ആർക്കിടെക്ചർ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ടാണ് കാണുന്നത്. ഒരു പ്രത്യേക ഒരു ഫീലാണ്. നമ്മളെ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 2ാമത്തെ ദിവസമായിരിക്കും. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് കാസർഗോഡ് മാലിക് ബിൻ ദിനാർ പള്ളിയുടെ സമീപത്ത് ഒരു ചെറിയൊരു കായലിലാണ്. അപ്പോൾ അതിമനോഹരമായ കായലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളെ വിഷയത്തിലേക്ക് വരാം. നമ്മളിവിടെ എടുത്തുന്ന പ്രൊജക്റ്റ് എന്താ വെച്ചാൽ മിഷൻ ഹെൽത്ത് ഇന്ത്യ എന്ന് പറഞ്ഞത് ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒന്നിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മ ചേർന്നിട്ട് ഇന്ത്യ മുഴുവനായിട്ടൊന്ന് കറങ്ങുകയാണ്. ഇന്ത്യ നമ്മൾ ഇപ്പോൾ ദിവസം പറഞ്ഞ 26 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യ മുഴുവൻ നമ്മൾ ഏകദേശം കവർ ചെയ്ത് ഓരോ സ്കൂളും ഓരോ ക്ലബ്ബുകളും ചേർന്നൊരു ചെറിയ നമ്മൾ അവിടുത്തെ ആൾക്കാരിനൊക്കെ അവയർനെസ്
ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ഇപ്പോൾ നിങ്ങളോട് മുന്നേ പറഞ്ഞ എല്ലാ വീഡിയോസിലും കണ്ട നമ്മളെ ഗഫൂറാക്കാണ്. ഗഫൂറാക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗിന്നസ് റെക്കോർഡ് 1 മിനിറ്റിൽ 100 പുഷപ്പ് ചെയ്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഒരു പ്രതിഭയാണ് നമ്മളെ ഗഫൂർക്ക. അപ്പോൾ ഗഫൂർഖാൻ്റെ കൂടെയാണ് ഞങ്ങൾ, ഗഫൂർഖാൻ്റെ മോനുണ്ട് അതുപോലെ തന്നെ. അപ്പോൾ ഫാസിൽ എന്ന സുഹൃത്ത് ഞങ്ങളിങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ ഈ നല്ലൊരു യാത്രയിൽ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സുഹൃത്തുക്കൾ എന്തായാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പരമാവധി ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മളെടുത്തുണ്ടാവും, ആരും തേഞ്ഞോരൊന്നല്ല. ഇപ്പോൾ ഞാനായാലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ മിസ്റ്റേക്കുകളുണ്ടാവും. എങ്ങനെയാണ് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ ചെറിയ ചെറിയ യാത്രകളെ ചെയ്തിട്ടുള്ളൂ. ഇതുപോലത്തെ നീണ്ട യാത്ര എൻ്റെയൊക്കെ ജീവിതത്തിലും ഇവരൊക്കെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായുള്ള കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാച്ചിട്ടാണ് ഞാനൊരു 5 മിനിറ്റ് ഇവിടെ വന്നിരുന്ന് അപ്പോൾ റിലാക്സേഷൻ ചെയ്തിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ 2ാമത്തെ ദിവസം കാസർഗോഡാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ഒരു 3 മണിക്ക് നമ്മളൊരു സ്കൂളിലൊരു ക്ഷണം വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ അവിടെ നിന്ന് പരിപാടി എടുക്കണം. അപ്പോൾ സ്കൂളത്തെ ക്ഷണത്തിൽ ഉള്ള വീഡിയോസാവും ഞാൻ അടുത്ത് വരുന്നത്. അടുത്ത എപ്പിസോഡിലൊക്കെ കാണിക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ എപ്പിസോഡ് കാണണം. അതിൽ ഒരു ഗസ്റ്റുകളായിട്ടാവും ഞാനും എൻ്റെ കൂടെയുള്ള നമ്മളെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഗഫൂർക്കൊക്കെ കേട്ടോ. ഗഫൂർക്കാണ് ക്ഷണം വന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ 3:30 അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരമാണ്. മംഗലാപുരം പോയിട്ട് മംഗലാപുരം ക്ലബ്ബും കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയതിന് ശേഷം മംഗലാപുരം ഇന്ന് സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ നമ്മൾ ഗോവയിലേക്ക് തിരിക്കും. പിന്നെ 1-2 ദിവസം ഗോവയിൽ ഇതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെ കെയർ ഓഫിൽ സ്കൂളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്നത് മഹാരാഷ്ട്ര, പിന്നെ രാജസ്ഥാൻ, അത് കഴിഞ്ഞ് പിന്നെ ജമ്മു, ഒരുപാട് ഇങ്ങനെ സ്ഥലങ്ങൾ ക്രമത്തിൽ പറഞ്ഞുതരാം. ലാസ്റ്റ് നമ്മൾ ചെന്നൈയിലെത്തും. അപ്പോൾ അതാണ് നമ്മളെ ഈ യാത്രയുടെ ഒരു ദൗത്യം. അപ്പോൾ നമ്മളെ കൂടെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ കൂടെ നിങ്ങളും ഉണ്ടാവണമെന്ന് താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് ഫാസിൽ, നാട് ഗൂഡല്ലൂരാണ്. ഇതിന് മുമ്പ് വീഡിയോ ചെയ്ത് പരിചയങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറയാൻ പോകുന്നൊരു കേസ് പറയല്ല, കാണിച്ചു തരാം. കമാൺ. ഞങ്ങളൊരു മിഷനും വേണ്ടി വന്നതാണ്. മിഷൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ ഇന്ത്യ മൊത്തം ഫുള്ളായിട്ടുള്ളൊരു സഞ്ചാരം, ഒരു യാത്രയിലാണ്. യാത്രയുടെ പേരെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മിഷൻ ഹെൽത്ത് ഇന്ത്യ, സേ നോ ഡ്രഗ്സ്. ഇത് ഞങ്ങൾ ആരംഭിച്ചത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് തിരൂർ എന്ന് പറയുന്നത്, തിരൂരിൽ നിന്ന് താനൂർ എന്നുള്ള സ്ഥലത്തു നിന്ന് തുടങ്ങി, കേരളത്തിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഗോവ, രാജസ്ഥാൻ, ഹരിയാന, ജമ്മു കാശ്മീർ, ഡൽഹി, UP, അങ്ങനെ ആന്ധ്രാപ്രദേശ്, അങ്ങനെ ചെന്നൈയിൽ അവസാനിക്കുന്ന 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ട്രിപ്പാണ്. ട്രിപ്പിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് വേറൊരാളെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ഞാൻ ഭയങ്കര എന്താ പറയുക, ഇത്ര ഹാപ്പി ഒരു മൂവ്മെന്റ് എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനത്തെ ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഉള്ളത് കാസർഗോഡാണ്. ഇപ്പം എന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്തത് ഞങ്ങളൊരു സാറുണ്ട്, ഗഫൂർ സാർ എന്ന് പറഞ്ഞിട്ട്. ആള് വേൾഡ് റെക്കോർഡിലേക്ക് ഇപ്പോൾ സ്ഥാനം കയറി. ആള് വേൾഡ് ഗിന്നസ് റെക്കോർഡിലേക്ക് ട്രൈ ചെയ്യാനുള്ള കാരണം തന്നെ ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരു വോയിസ് കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതി കൊണ്ട് മാത്രമാണ്. കാസർഗോഡ് ചന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു പുഴ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാലാവസ്ഥ. അതിവിടെ ഇങ്ങനെ വന്നപ്പോൾ നമ്മളിവിടെ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കണ്ടു. ഡെങ്കിപ്പനി അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അവർക്ക് ഡ്രഗ്സിനെതിരായിട്ട് എന്താണോ അവയർനെസ് തരാമെന്ന് അവർ തന്നെ ചോദിച്ചു നോക്കാം. വാ. സാർ നിങ്ങളെ പേര്? എൻ്റെ പേര് വിനോദ്. ചേച്ചി? മോഹിനി, സുബിന, രമ്യ, പ്രിയങ്ക, സാൻവിക, ആതിര. എല്ലാവരും ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളും ഒരു ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ഡ്രഗ്സിനെതിരായിട്ട് സാറിന് എന്താണ് ഇന്നത്തെ തലമുറനോട് പറയാനുള്ളത്? ഇന്നത്തെ കുട്ടികൾ എളുപ്പം വഴിമാറി പല രീതിയിലും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MDM അങ്ങനത്തെ കുറേ ഇതിൽ മുട്ടായിയുടെ രൂപത്തിലും ഇങ്ങനെയെല്ലാം കൂടുതൽ ഇപ്പോൾ ഡ്രഗ്സ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പോലീസും കാര്യങ്ങളും ആയിട്ടാകുമ്പോൾ ഇപ്പോൾ സജീവമായിട്ട് അതിൻ്റെ പിന്നിലുണ്ട്. എന്നാലും നമ്മളത്തെ പുതിയ തലമുറേനെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്നാണ്. ചേച്ചിക്ക് എന്തെങ്കിലും പറയണ്ടോ? ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ ഡ്രഗ്സ് വ്യാപകമായിട്ടുണ്ടെന്ന് അറിഞ്ഞത്. പക്ഷെ ഇത് നമ്മളെങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന ഭയങ്കര പ്രശ്നമാണ്. ഇതിനെതിരെ കുറച്ച് ആൾക്കാർ സംസാരിക്കാൻ വേണം എന്തായാലും. അങ്ങനെ ആൾക്കാർ ഇന്ന് മുന്നിട്ട് ഇറങ്ങിയത് വലിയ കാര്യമാണ്. ഇതിനെതിരെ നിങ്ങളെ കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷം. താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചന്ദ്രഗിരി പോയിൻ്റെ ഭാഗത്താണുള്ളത്. ഞാനിപ്പോൾ തിരുപ്പതി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചന്ദ്രഗിരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ തന്നെ ഒരു ചന്ദ്രഗിരി പുഴ എന്ന് പറയും.
ഈ പുഴേൻ്റെ അപ്പുറത്തുള്ളത് ഇപ്പോൾ നടുക്കൊരു ഹാർബർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കടലാണുള്ളത്. അപ്പോൾ കാണാൻ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മിഷൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് ഭാഗത്ത് വന്നതാണ്. UP സ്കൂള് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ടീച്ചറുമായിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ എല്ലാവരും നമ്മൾ സംസാരിച്ച എല്ലാവരും ഇതുവരെ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു മാലിക് ദിനാർ പള്ളിയുടെ ഭാഗത്ത് വന്നതാണ്. പുഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഈ പോയിന്റ് പേരെന്തായിരുന്നു? ഹായ് ഫ്രണ്ട്സ്, ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് നിന്നിട്ട് നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ ഇതിൻ്റെ കൂടുതലുള്ളത് ഇപ്പോൾ ആരാണ്? നമ്മളെ ഫാസിൽ ബ്രോ ഉണ്ട്, പിന്നെ സുഹൈൽ ബ്രോ ഉണ്ട്. അപ്പോൾ എന്താ സുഹൈൽ എന്താ പറയുള്ളത്? ഇനി നമ്മൾ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിനെ കണ്ടു. ഇപ്പോൾ അവർ ഡെങ്കിപ്പനിൻ്റെ ചെക്കപ്പിനും ഇൻസ്പെക്ഷനും വേണ്ടിയിട്ട് അവർ ഇറങ്ങിയതാണ്. അപ്പോൾ അവരും വളരെ നല്ല അടിപൊളി സന്തോഷം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാസിൽ ബ്രോ അവരായിട്ട് വളരെ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്തിരുന്നു. എന്താണ് പറയാനുള്ളത്? സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ട് മീറ്റ് ചെയ്തിട്ട് ഒരാളും നമുക്ക് നെഗറ്റീവ് വന്നിട്ടില്ലല്ലോ. അതെ. ഓരോരുത്തരുടെ മനസ്സിലും ഈ ലക്ഷ്യമുണ്ട്. അപ്പോൾ ഇത് എല്ലായിടത്തും എത്തിക്കണം എന്നുള്ള ഇതിന്റെ ഭാഗമായാലും നമുക്ക് വളരെ വലിയ സന്തോഷം. അതെ, പിന്നെ നമ്മളെ ഭാഗമായിട്ട് നല്ല അടിപൊളി പ്രകൃതി ദത്തമായിട്ടുള്ള ഒരുപാട് നമ്മളെ വീഡിയോസിൽ പറഞ്ഞാലതാ. പിന്നെ ഇതേപോലെ നല്ല ഈ പോണ പോക്കിൽ കാണുന്ന പ്രകൃതിയുള്ള സ്ഥലത്തൊക്കെ നിർത്തിയിട്ട് അതൊക്കെ കാണിച്ചിട്ടാ, വെറുതെ കയ്യും വീശിയിട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ കാണുക. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.